സംസ്ഥാനത്ത് ഇനി മുതൽ സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കി. സ്വകാര്യ സർവകലാശാലകളിൽ സാമൂഹിക നീതിയും നിയന്ത്രണവും ഉറപ്പാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഇടത് നയംമാറ്റത്തിന്റെ വിളംബരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ബില്ല് പൂർണ്ണമായും തള്ളണമെന്ന് ആവശ്യപ്പെട്ട ഏക MLA കെ രമയാണ്. സ്വകാര്യ സർവകലാശാലകൾ അങ്ങനെ യാഥാർത്ഥ്യമാകുന്നു. 1392 ഭേദഗതി നിർദ്ദേശങ്ങൾ ഉയർന്ന ബില്ല് രണ്ടാം ദിവസമാണ് സഭയിൽ പാസ്സായത്. ആഗോളതലത്തിലുള്ള മത്സരാധിഷ്ഠിത സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വിധത്തിൽ കേരളീയ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു വൈജ്ഞാനിക സമൂഹം എന്ന ദിശയിലേക്ക് അതിവേഗം നീങ്ങുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതിനാവശ്യമായ നിലയിലാണ് ഈ സ്വകാര്യ സർവകലാശാല ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത്. നിയമപരമായ നിയന്ത്രണങ്ങളും സാമൂഹ്യനീതിയും ഉറപ്പാക്കുമെന്ന് പറയുമ്പോഴും പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഫീസ് ഇളവെന്ന പ്രതിപക്ഷ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. ബില്ലിലെ വ്യവസ്ഥകളെ എതിർക്കുമ്പോഴും സ്വകാര്യ സർവകലാശാല വരുന്നതിനെ പ്രതിപക്ഷം അനുകൂലിക്കുന്നു. പബ്ലിക് യൂണിവേഴ്സിറ്റികളിലും അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ക്യാമ്പസുകളിലും ഉണ്ടാകാൻ പോകുന്നത് എന്താണ് എന്ന് പഠിച്ചിട്ട് വേണം അത് ചെയ്യാനെന്നാണ് ഞങ്ങളുടെ നിർദ്ദേശം. ഞങ്ങൾക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഹൗസിൽ നിങ്ങൾക്ക് ഭൂരിപക്ഷത്തോടെ നിങ്ങൾ പാസ്സാക്കുക. ഞങ്ങൾ ഇൻ പ്രിൻസിപ്പിൾ അതിനെ എതിർക്കുന്നില്ല. ബില്ല് പൂർണ്ണമായി തള്ളണമെന്ന കെ രവിയുടെ ആവശ്യം സഭയിൽ വേറിട്ട ശബ്ദമായി. പണമുള്ളവൻ പഠിക്കുക എന്ന ദാരിദ്ര്യത്തിലേക്ക് ഇടതുപക്ഷം ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഈ ബില്ല് എതിർക്കുകയാണ്. ഈ ബില്ല് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുക. അതേസമയം ബില്ലിനെതിരെ ഇടത് വിദ്യാർത്ഥി സംഘടന AISF സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. ഇനി ഗവർണറുടെ അംഗീകാരം കൂടി ലഭിച്ചാൽ ബില്ല് നിയമമായി നിലവിൽ വരും. 24 തിരുവനന്തപുരം.